ഭിന്നശേഷി കുട്ടികൾക്കും കിടപ്പിലായവർക്കുമായി ഓർക്കാട്ടേരി ചന്തയിൽ സൗജന്യ സന്ദർശനമൊരുക്കിയ സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം പ്രശംസ പിടിച്ചുപറ്റി. കഴിഞ്ഞ ദിവസമാണ് ഓർക്കാട്ടേരി ചന്തയിൽ 2 മണിക്കൂറിലേറെ ദീർഘസമയം ഇവർക്കായി പ്രത്യേക ഷോ സംഘടിപ്പിച്ചത്. ഞങ്ങളും ചന്തയിലേക്ക് എന്ന സന്ദേശത്തോടെ ഒരുക്കിയ യാത്രയ്ക്ക് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകനായ രാജൻ, പുനർജനി പാലിയേറ്റീവ് കോർഡിനേറ്റർ ഷാജി, പഞ്ചായത്ത് മെമ്പർ TK പ്രമോദ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. എടച്ചേരി തണൽ വിവിധ ബഡ്സ് സ്കൂളുകളിലെയും വികലാംഗരായവരെയും ഭിന്നശേഷിക്കാരായ കുട്ടികളെയും പ്രായമായവരെയും കൂട്ടി ഓർക്കാട്ടേരി ചന്തയിലെ വിവിധ പരിപാടികളായ മരണക്കിണർ റൈഡ്, വിവിധ ഊഞ്ഞാൽ തൊട്ടിലുകൾ കയറി ഏറെ സന്തോഷത്തോടെയാണ് കുട്ടികൾ ചന്തയിലെത്തി ആസ്വദിച്ചത്. ഈ ചന്തേൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഇവിടെ 3 മണി മുതൽ 5 മണി വരെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളും അതേപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ രോഗികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈഡുകളും ചന്തയും ഒക്കെ സൗജന്യമായി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാലിയേറ്റീവ് പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുൻപിൽ ഇറങ്ങുകയും ചന്ത കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുമതി കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വടകര മേഖലയിലുള്ള ബഡ്സ് സ്കൂൾ പോലെയുള്ള തണൽ സ്കൂൾ പോലെയുള്ള കുറേ സ്കൂളുകളിലെ കുട്ടികളും കിടപ്പിലായ രോഗികളും ഈ ഒരു ചന്തയിൽ വരികയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വില്യാപ്പള്ളി പാലിയേറ്റീവിലെ ഒരു പുനർജനി പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഇത് രാജേട്ടനാണ്. മൂപ്പരൊരു പാലിയേറ്റീവിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മളെ ഓർക്കാട്ടി ചന്തേൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ചന്തയിലേക്ക് എന്നൊരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ എല്ലാവരും ചന്തയിലേക്കും മറ്റുള്ള ഉത്സവങ്ങളൊക്കെ പോകുമ്പോൾ വീട്ടിൻ്റെ അകത്ത് ഒരു കിടപ്പിലായ രോഗികൾ, അതായത് നടക്കാനും അല്ലെ പുറത്ത് ഒരാളെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്ന രോഗികളെ നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു പൊതു പരിപാടിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ ചന്തയിലേക്ക് വരുമ്പോൾ ഓരോ മാനസികമായ സന്തോഷങ്ങളും അവരെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളെ വീട്ടിലൊരു കുട്ടികളാണ് ഇതേപോലത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ വേദന, രക്ഷിതാവിൻ്റെ വേദന എന്താണ്, ഒരു അമ്മേൻ്റെ വേദന, ഒരു അച്ഛൻ്റെ വേദന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ കുട്ടികളിൽ നിന്ന് ചന്തയിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം നമുക്ക് പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അത്തരത്തിലൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് നമ്മൾ 2 ദിവസമായി ഇപ്പോൾ ചന്ത കമ്മിറ്റിയായിട്ടും പിന്നെ നമ്മളെ വാർഡ് മെമ്പർ പ്രമോദായിട്ടും സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനൊരു അനുമതി. നമ്മൾ തണൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണ് കുട്ടികൾ ഓർക്കാട്ടേരി ചന്തയിലേക്ക്. നമ്മളിപ്പോൾ ഫാമിലീൻ്റെ കൂടെയൊക്കെ ചില കുട്ടികൾ വന്നിട്ടുണ്ട്, എന്നാലും സ്കൂളിൽ നിന്ന് ഇതുപോലെ ആദ്യമായിട്ടാണ്. വളരെ സന്തോഷത്തിലാണ് അവരുള്ളത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയത്തും അവർക്ക് ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലും കാര്യങ്ങളൊന്നും കയറാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ സംഘാടകർ വഴി നമുക്ക് അതിലെ സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് മാക്സിമം കുട്ടികളൊക്കെ ഇതിൽ കയറുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണുള്ളത്. ഈ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയും തന്നിട്ടുള്ള എല്ലാവർക്കും വളരെ വലിയ നന്ദി. രക്ഷിതാക്കളും ഇവരോടൊപ്പം തന്നെ ഇവരുടെ ആനന്ദത്തിൽ പങ്കുചേർന്നു. പരിപാടിയിൽ പങ്കെടുത്ത 100ഓളം ഭിന്നശേഷിക്കാർക്ക് കുടിവെള്ള വിതരണം ചെയ്ത OK ചന്ദ്രൻ മുഴുവൻ പേർക്കും ഐസ്ക്രീം വിതരണം ചെയ്തു. JK ഗ്രൂപ്പ് ഉടമ ജിഷാദ മുഴുവൻ പേർക്കും മുഴുവൻ റൈഡുകളിലും പൂർണ്ണമായും സൗജന്യ നിരക്കിൽ പരിപാടികൾ ആസ്വദിക്കാൻ സൗകര്യമൊരുക്കി. 100ഓളം പേർക്ക് ഹൽവ, പുരി, മറ്റു മധുര പലഹാര കിറ്റ് വിതരണം ചെയ്തു. ഓർക്കാട്ടേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് K ഇസ്മായിൽ, സെക്രട്ടറി TNK പ്രഭാകരൻ മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന MJHSലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളുടെയും സേവനത്തെ സന്നദ്ധ പ്രവർത്തകർ അഭിനന്ദിച്ചു. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ഭാരവാഹികളും ഇവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനായി ചന്തയിൽ എത്തിച്ചേർന്നു. ഓർക്കാട്ടേരി കന്നുകാലി ചന്ത നേരിൽ കാണുമെന്ന് ആഗ്രഹിക്കുകയും അവിടെ ഉത്തരവാദപ്പെട്ട ടീച്ചർമാർ ഉൾപ്പെടെ ഞങ്ങളെ സമീപിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഈ ചന്ത ഭയങ്കര തിരക്കാണ്. 10,000ങ്ങളാണ് ഓരോ ദിവസവും കടന്നു വരുന്നത്. ഇവർക്ക് സൗകര്യമൊരുക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. എങ്കിലും ഇത് അമ്യൂസ്മെൻ്റ് ഏറ്റെടുത്ത് നടക്കുന്ന ഓച്ചിറയിലെ മനാഫ് എന്ന് പറയുന്ന ആ വിശാല മനസ്കുള്ള വ്യക്തിയുടെ ഇടപെടൽ കൊണ്ട് ഈ മക്കൾക്ക് നമുക്കറിയാം അവരുടെ കുറ്റം കൊണ്ടല്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന നമ്മളെ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗമാണ് ഈ തണൽ അന്തേവാസികൾ. പല കാരണങ്ങൾ കൊണ്ടും ഭിന്നശേഷിക്കാരായ ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ചന്ത കാണാനും ആസ്വദിക്കാനും അവസരം ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സുസ്മേധവനായി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ അമ്യൂസ്മെന്റ് ഏറ്റെടുത്ത മനാഫും കമ്പനിയും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഓർക്കാട്ടേരി ചന്ത കമ്മിറ്റിയുടെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. തണലിലെ നമ്മുടെ കുട്ടികളും ടീച്ചർമാരും ചന്ത സന്ദർശിക്കാൻ നല്ലതെന്ന് തന്നെ. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടവരാണ്. അവരെ നമ്മൾ നമ്മുടെ സന്തോഷത്തിലും പങ്കാളികളാക്കുകയാണ്.
അതിന് ഏറ്റവും നമ്മൾ നന്ദി പറയേണ്ടത് ഇതിൻ്റെ അമ്യൂസ്മെൻറ്റ് ഏറ്റെടുത്ത മെനാഫോർഡ് എന്ന